ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 26-ാം ദിവസം യാക്കോബിൻ്റെ അനുഗ്രഹം. ഇന്നേ ദിവസം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 49-50 അധ്യായങ്ങൾ, ജോബിൻ്റെ പുസ്തകം 41-42 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 17 എന്നിവ വായിക്കുന്നു. യാക്കോബ് തൻ്റെ ജീവിതാവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ മക്കളെ അടുത്തു വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്നതും യാക്കോബിൻ്റെ മരണവും സംസ്കാരവും തുടർന്ന് ജോസഫ് സഹോദരന്മാരെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുന്നതും പിന്നീട് ജോസഫിൻ്റെ മരണവും 26-ാം ദിവസം നാം വായിക്കുന്നു. ജോബിൻ്റെ സഹനങ്ങൾക്ക് ശേഷം കർത്താവ് ജോബിനെ വളരെയധികം അനുഗ്രഹിക്കുന്നതും ഇന്നത്തെ ദിവസം നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം. യാക്കോബിൻ്റെ അനുഗ്രഹം. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, ഒന്നിച്ചു കൂടുവിൻ. വരുംകാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചു കൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിനെ ശ്രദ്ധിക്കുവിൻ. റൂബൻ, നീ എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്വത്തിൻ്റെ ആരംഭവും, പ്രാഗൽഭ്യത്തിൻ്റെ മഹത്വവും ശക്തിയുടെ മഹത്വവും. വെള്ളം പോലെ അസ്ഥിരനായ നീ പ്രഥമസ്ഥാനീയനാകില്ല. എന്തെന്നാൽ നീ നിൻ്റെ പിതാവിൻ്റെ കിടക്കയിൽ കയറി, അതെ, എൻ്റെ ശയ്യ നീ അശുദ്ധമാക്കിയ കയറ്റം. ശിമിയോനും ലേവിയും സഹോദരന്മാരാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനയിൽ എൻ്റെ ആത്മാവ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ മഹത്വം ചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യനെ കൊന്നു. തങ്ങളുടെ സ്വാർത്ഥ സന്തോഷത്തിന് അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി. ശക്തമായിരുന്നതുകൊണ്ട് അവരുടെ കോപവും ഉഗ്രമായിരുന്നതുകൊണ്ട് അവരുടെ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വീതം വയ്ക്കും, ഇസ്രായേലിൽ ഞാൻ അവരെ ചിതറിക്കുകയും ചെയ്യും. നീയോ യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ അംഗീകരിക്കും. നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ പിടലിയിലായിരിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്നെ കുമ്പിടും. യൂദ ഒരു യുവസിംഹമാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് ഉയർന്നു വരുന്നു. അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങി വിശ്രമിക്കുന്നു. അവനെ ആര് ഉണർത്തും? യൂദായിൽ നിന്ന് ചെങ്കോൽ വിട്ടകലുകയില്ല. അധികാരദണ്ഡ് അവൻ്റെ പാദങ്ങൾക്കിടയിൽ നിന്നും. അവൻ ഷീലോയിൽ വന്നെത്തുന്നതുവരെ ജനങ്ങളുടെ അനുസരണം അവന് സ്വന്തമായിരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിൽ കെട്ടിയിടും, തൻ്റെ കഴുതക്കുട്ടിയെ ദ്രാക്ഷാവള്ളിയിലും. അവൻ തൻ്റെ ഉടുപ്പ് മുന്തിരിച്ചാറിൽ കഴുകും, തൻ്റെ മേലങ്കി ദ്രാക്ഷാരസത്തിലും. വീഞ്ഞിനേക്കാൾ തിളക്കമുള്ള കണ്ണിണ, പാലിനേക്കാൾ വെളുത്ത ദംഷ്ട്രദ്വയം. സെബുലൂണാകട്ടെ കടൽ തീരത്ത് വസിക്കും. അവൻ കപ്പലുകൾക്ക് തീരമായിരിക്കും. സീദോനുമേലും അവൻ്റെ അതിർത്തിയായിരിക്കും. ഇസ്സാക്കർ എല്ലുള്ള ഒരു കഴുതയാണ്. അവൻ 2 ആലകൾക്കിടയിൽ വിശ്രമിക്കുന്നു. വിശ്രമസ്ഥലം നല്ലതെന്ന് അവൻ കണ്ടു, ദേശം മനോഹരമാണെന്ന്. അതുകൊണ്ട് അവൻ ചുമടെടുക്കാൻ തൻ്റെ ചുമൽ കുനിച്ചു. കൂലിവേല ചെയ്യുന്ന ഒരു കരാറ് പണിക്കാരനായി. ദാൻ സ്വജനത്തിന് ന്യായം നടത്തിക്കൊടുക്കും. ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ ഒന്നിനെ പോലെ ദാൻ വഴിവക്കിൽ സർപ്പമായിരിക്കട്ടെ, പാതയോരത്ത് അണലിയും. അവൻ കുതിരയുടെ കുതികാലുകൾ കടിക്കും, കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും.
കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഗാദിനെപ്പറ്റി കവർച്ചക്കാർ അവനെ കൊള്ളയടിക്കും, എന്നാൽ അവൻ പതിയിരുന്ന് ആക്രമിക്കും. ആഷേറിനെ പറ്റി അവൻ്റെ ആഹാരം സമ്പുഷ്ടമായിരിക്കും, രാജാവിനുള്ള വിശിഷ്ട വിഭവങ്ങൾ അവൻ പ്രദാനം ചെയ്യും. നഫ്താലി സ്വച്ഛന്തതയുള്ള ഒരു പേടമാനാണ്, അവൻ മൃദുലോക്തികൾ പൊഴിക്കുന്നു. ജോസഫ് ഒരു ഫലവൃക്ഷകുമാരനാണ്, നീരുറവയ്ക്കുമീതെ ഫലവൃക്ഷകുമാരൻ. ശാഖാകുമാരികൾ അതിനും മതിലിനുമീതെ പന്തലിക്കുന്നു. വില്ലാളി വീരന്മാർ അമ്പെയ്ത് അവനെ തിക്തതയിൽ ലാഴ്ത്തി. അവർ അവനോട് ശത്രുത പുലർത്തി, എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. അവൻ്റെ കൈപ്പത്തികൾ അയവുള്ളതായി. യാക്കോബിൻ്റെ ശക്തനായവൻ്റെ കൈകളിൽ നിന്ന്, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ ഉള്ള ഇടത്തു നിന്ന്, നിന്നെ സഹായിക്കുന്ന നിൻ്റെ പിതാവിൻ്റെ ദൈവത്തിൽ നിന്ന്, നിന്നെ അനുഗ്രഹിക്കുന്ന സർവശക്തനോടൊത്ത് ഉന്നതങ്ങളിൽ നിന്ന് ആകാശങ്ങളുടെ അനുഗ്രഹങ്ങൾ, അഗാധത്തിൽ വിശ്രമിക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ, മാറിടത്തിൻ്റെയും ഉദരത്തിൻ്റെയും അനുഗ്രഹങ്ങൾ, നിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ പർവ്വതങ്ങളുടെ അനുഗ്രഹങ്ങൾക്കുമേൽ നിത്യശൃംഗങ്ങളുടെ സീമ വരെ വളരുന്നു. അവ ജോസഫിൻ്റെ ശിരസിലായിരിക്കട്ടെ, സ്വസഹോദരരുടെ നേതാവിൻ്റെ മൂർധാവിൽ തന്നെ. ബെഞ്ചമിൻ ആർത്തിയുള്ള ഒരു ചെന്നായിയാണ്. അവൻ രാവിലെ കൊള്ളയടിക്കുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഇവരെല്ലാമാണ് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ. അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത്. അദ്ദേഹം അവരെ പ്രത്യേകം അനുഗ്രഹിച്ചു. തൻ്റെ സംപ്രീതിക്കനുസൃതം അവരെ അനുഗ്രഹിച്ചു. യാക്കോബിൻ്റെ മരണവും സംസ്കാരവും. അദ്ദേഹം അവരോട് കൽപ്പിച്ചരുളി, ഞാൻ എൻ്റെ ജനത്തോട് ചേരുകയാണ്. എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് ഹിത്യനായ എഫ്രോണിൻ്റെ പറമ്പിലുള്ള ഗുഹയിൽ എന്നെ സംസ്കരിക്കണം. കാനാൻ ദേശത്ത് മാമ്രയ്ക്ക് മുമ്പിലായി മക്പലായുടെ പറമ്പിലുള്ള ആ ഗുഹയിൽ തന്നെ. അബ്രാഹം കല്ലറയ്ക്കുള്ള അവകാശമായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് വാങ്ങിയതാണ് ആ പറമ്പ്. അബ്രാഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. ആ പറമ്പിൻ്റെയും അതിലുള്ള ഗുഹയുടെയും കൈവശാവകാശം ഹിത്യരുടെ പക്കൽ നിന്നുള്ളതാണ്. തൻ്റെ പുത്രന്മാരോട് കൽപ്പിക്കാനുള്ളത് പൂർത്തിയാക്കി യാക്കോബ് തൻ്റെ കാലുകൾ കിടക്കയോട് ചേർത്തു. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനങ്ങളോട് ചേർന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം. ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് വീണു, അദ്ദേഹത്തെ പ്രതി വിലപിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു. ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിനെ സുരഭീകരിക്കാൻ ആജ്ഞാപിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ തൈലം പൂശി. 40 ദിവസം കൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി അവർ അത് പൂർത്തിയാക്കി. കാരണം അങ്ങനെയാണ് അവർ സുരഭീകരണ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. ഈജിപ്തുകാർ 70 ദിവസം അദ്ദേഹത്തെ പ്രതി വിലപിച്ചു. അദ്ദേഹത്തിനു വേണ്ടിയുള്ള വിലാപദിനങ്ങൾ പിന്നിട്ടപ്പോൾ ജോസഫ് ഫറവോയുടെ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ സംപ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഫറവോയുടെ ചെവികളിൽ ഇപ്രകാരം ഉണർത്തിച്ചാലും, എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചിരിക്കുന്നു. ഇതാ ഞാൻ മരിക്കാറായി. എനിക്ക് വേണ്ടി ഞാൻ കാനാൻ ദേശത്ത് തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ. ഫറവോ പറഞ്ഞു, അദ്ദേഹം നിന്നെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചതനുസരിച്ച് നീ പോയി നിൻ്റെ പിതാവിനെ സംസ്കരിക്കുക. അങ്ങനെ ജോസഫ് തൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ പോയി. അവനോടൊപ്പം ഫറവോയുടെ എല്ലാ ദാസന്മാരും അവൻ്റെ വീട്ടിലെ കാരണവന്മാരും ഈജിപ്ത് ദേശത്തെ എല്ലാ മുതിർന്നവരും പോയി. കൂടാതെ ജോസഫിൻ്റെ കുടുംബം മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും. തങ്ങളുടെ കുട്ടികളെയും ആടുമാടുകളെയും മാത്രമേ അവർ ഗോഷൻ ദേശത്ത് നിർത്തിയുള്ളൂ. രഥവും കുതിരക്കാരും അവനോടൊപ്പം പോയി. അങ്ങനെ ആ വ്യൂഹം അതിസാന്ദ്രമായിരുന്നു. ജോർദാന് അക്കരെയുള്ള അത്താദിലെ മെതിക്കളം വരെ അവരെത്തി. അവിടെ അവർ വിപുലവും അതിതീവ്രവുമായ ഒരു ദുഃഖാചരണം നടത്തി. അവൻ 7 ദിവസം തൻ്റെ പിതാവിനു വേണ്ടി വിലാപമനുഷ്ഠിച്ചു. അന്നാട്ടിൽ വസിച്ചിരുന്ന കാനാൻകാർ അദാത്തിൻ്റെ മെതിക്കളത്തിൽ നടന്ന വിലാപം കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഈജിപ്തുകാർക്ക് ഗൗരവമേറിയ ഒരു വിലാപം തന്നെ. അതുകൊണ്ട്
ജോർദാൻ അക്കരെയുള്ള ആബേൽ മിസ്രയീം എന്ന് അതിനെ പേര് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ തങ്ങളോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അദ്ദേഹത്തെ കാനാൻ ദേശത്തേക്ക് സംവഹിച്ചു. മക്പെലായുടെ പറമ്പിലെ ഗുഹയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു. അബ്രാഹം മാമ്രേക്കു മുമ്പിലായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് കല്ലറയ്ക്കുള്ള അവകാശമായി വാങ്ങിയതാണ് ആ പറമ്പ്. തൻ്റെ പിതാവിനെ സംസ്കരിച്ച ശേഷം ജോസഫ് അവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിനെ സംസ്കരിക്കാനായി അവനോടുകൂടി ഇറങ്ങിത്തിരിച്ച എല്ലാവരും ഈജിപ്തിലേക്ക് മടങ്ങി. ജോസഫിൻ്റെ ഹൃദയവിശാലത. തങ്ങളുടെ പിതാവ് മരിച്ചെന്ന് കണ്ട് ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഇനി മിക്കവാറും ജോസഫ് നമ്മെ വെറുക്കുകയും നാം അവനോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നമ്മെ നിശ്ചയമായും പകരം വീട്ടുകയും ചെയ്യും. അവർ ജോസഫിന് ഇപ്രകാരം ഒരു സന്ദേശം നൽകി. അങ്ങയുടെ പിതാവ് തൻ്റെ മരണത്തിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു. ജോസഫിനോട് നിങ്ങൾ ഇപ്രകാരം പറയണം, ദയുണ്ടാകണമേ, അങ്ങയുടെ സഹോദരന്മാരുടെ അതിക്രമവും പാപവും സദയം ക്ഷമിക്കണമേ. എന്തെന്നാൽ അവർ അങ്ങയോട് ദ്രോഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ അതിക്രമം സദയം പൊറുക്കണമേ. തന്നോട് അവർ പറഞ്ഞതിനെ പ്രതി ജോസഫ് കരഞ്ഞുപോയി. പിന്നീട് അവൻ്റെ സഹോദരന്മാർ തന്നെ വന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ അങ്ങേക്ക് അടിമകളാണ്. ജോസഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാനെന്താ ദൈവത്തിൻ്റെ സ്ഥാനത്താണ്? നിങ്ങൾ എനിക്കെതിരെ തിന്മ വിഭാവനം ചെയ്തു, ദൈവമാകട്ടെ അത് നന്മയ്ക്കായി പരിഗണിച്ചു. ഒരു വലിയ ജനത്തിൻ്റെ ഇന്നത്തെ പോലുള്ള സന്ധാരണത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്. ആകയാൽ ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരോട് ഹൃദ്യമായി സംസാരിക്കുകയും ചെയ്തു. ജോസഫിൻ്റെ മരണം. ജോസഫ് അവൻ്റെ പിതാവിൻ്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 വർഷം ജീവിച്ചു. എഫ്രായിമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെ ജോസഫ് കണ്ടു. മനാസയുടെ മകനായ മഖീറിൻ്റെ കുഞ്ഞുങ്ങളും ജനിച്ചത് ജോസഫിൻ്റെ മുട്ടുകളിലാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, എന്നാൽ ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അവിടുന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേലിൻ്റെ പുത്രന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. 110 വർഷം പ്രായമായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ സുരഭീകരിച്ച് ഒരു പേടകത്തിൽ ഈജിപ്തിൽ സൂക്ഷിച്ചു. ജോബിൻ്റെ പുസ്തകം 41-ാം അധ്യായം. നോക്കൂ, അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ നിരർത്ഥകമാണ്. അവൻ്റെ ദർശനമാത്രയിലല്ലേ ഒരുവൻ നിലം പറ്റുന്നത്. അവനെ ഇളക്കിവിടാൻ തക്ക പരാക്രമശാലിയില്ല. പിന്നെ എൻ്റെ മുമ്പിൽ ആര് നിലയുറപ്പിക്കും? ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരാണ് എനിക്ക് മുൻകൂട്ടി തന്നിട്ടുള്ളത്? ആകാശങ്ങൾക്ക് കീഴിലുള്ളതെല്ലാം എൻ്റേതു തന്നെ. അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ ശക്തി പ്രാഭവത്തെയും അവൻ്റെ രൂപഭംഗിയെയും സംബന്ധിച്ച് ഞാൻ മൗനമവലംബിക്കുകയില്ല. ആര് അവൻ്റെ പുറഞ്ചട്ട ഉരിയും? അവൻ്റെ ഇരട്ട ദംഷ്ട്രവുമായി ആര് വരും? അവൻ്റെ വദനവാതിലുകൾ ആര് തുറക്കും? അവൻ്റെ പല്ലുകൾക്ക് ചുറ്റും ഭീകരതയാണ്. പരിചകളുടെ നിരകൾ ഉജ്ജ്വലമായിരിക്കുന്നു, അടച്ചു മുദ്ര വെച്ച് ഭദ്രമാക്കിയിരിക്കുന്നു. അവയ്ക്കിടയിൽ വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു, ഒന്ന് മറ്റേതിനോട് കൂട്ടിയിണക്കിയിരിക്കുന്നു. വേർപെടുത്താനാവാത്ത വിധം അവ ഉറപ്പിച്ചു ചേർത്തിരിക്കുന്നു. അവൻ്റെ ചീറ്റലുകൾ പ്രകാശം പ്രസരിപ്പിക്കുന്നു. അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോളകൾ പോലെയാണ്. അവൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ വമിക്കുന്നു, തീപ്പൊരികൾ ചിതറുകയും ചെയ്യുന്നു. ആവി പറക്കുന്ന പാത്രവും ചുളയും പോലെ അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് പുക ഉയരുന്നു. അവൻ്റെ നിശ്വാസം കരിക്കട്ടകൾക്ക് തീപിടിപ്പിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു. അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു. അവൻ്റെ മുമ്പിൽ ഭയം തുള്ളുന്നു. അവൻ്റെ മാംസപേശികൾ പറ്റിച്ചേർന്നിരിക്കുന്നു. ഇളകിപ്പോകാത്ത വിധം അത് അവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം കല്ലുപോലെ ഉറച്ചതാണ്, തിരികല്ലിൻ്റെ അടിക്കല്ലുപോലെ ഉറച്ചതാണ്. അവൻ പൊങ്ങുമ്പോൾ ദേവന്മാർ കിടിലം കൊള്ളുന്നു. പരിക്കുകൾ മൂലം അവർ ചിതറിയോടുന്നു. വാളോ കുന്തമോ ചാട്ടുളിയോ ശൂലമോ അവനെ ഉന്നം വയ്ക്കുന്നത് നിഷ്ഫലമാണ്.
ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ദ്രവിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു. ഒരു വില്ലാളിക്ക് അവനെ പായിക്കാനാവില്ല. കവിണക്കല്ലുകൾ അവന് കച്ചിയായി രൂപാന്തരപ്പെടുന്നു. ഗദയും കച്ചി പോലെ കണക്കാക്കപ്പെടുന്നു. വേലിൻ്റെ കിലുക്കത്തോട് അവന് പരിഹാസമാണ്. അവൻ്റെ അധോഭാഗം ഒട്ടുകഷ്ണത്തിൻ്റെ മൂർച്ചമുനകളാണ്. അവൻ ചളിക്കുമേൽ മെതിത്തടിയായി നിവർന്ന് കിടക്കുന്നു. അവൻ അഗാധത്തെ ഒരു കലമെന്ന പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു തൈലക്കുടം പോലെ ആക്കുന്നു. അവൻ തനിക്ക് പിന്നിൽ ഒരു വഴിച്ചാൽ തെളിക്കുന്നു. ആർക്ക് നരബാധിച്ചതാണെന്ന് ഒരുവന് തോന്നും. ആഴിക്ക് നരബാധിച്ചതാണെന്ന് ഒരുവന് തോന്നും. അവനോട് താരതമ്യത്തിന് പറ്റിയ നിർഭയനായ ഒരു സൃഷ്ടി മണ്ണിലില്ല. ഉന്നതമായതെല്ലാം അവൻ ദർശിക്കുന്നു. എല്ലാ ഉദ്ധതന്മാരുടെ മേലും അവൻ രാജാവാണ്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം. കർത്താവിൻ്റെ ചോദ്യവും ജോബിൻ്റെ ഉത്തരവും. ജോബ് കർത്താവിനോട് മറുപടിയായി പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങിൽ നിന്ന് ഒരു ഉദ്ദേശ്യവും തടയപ്പെടുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ ഉപദേശം മറച്ചുവെക്കുന്ന ഇവൻ ആരാണ്? എന്തായാലും ഉൾക്കാഴ്ചയുള്ളവനായല്ല ഞാൻ വിവരിച്ചത്. എനിക്ക് അത്ഭുതകരമായവ ഞാൻ അറിഞ്ഞിരുന്നില്ല. കേട്ടുകൊള്ളൂ, ഞാൻ സംസാരിക്കുന്നു. ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നെ അറിയിക്കുക. എനിക്ക് അങ്ങയെക്കുറിച്ച് ചെവിയാലുള്ള കേട്ടുകേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ എൻ്റെ കണ്ണ് അങ്ങയെ കണ്ടിരിക്കുന്നു. അതിനാൽ പൊടിയിലും ചാരത്തിലും സ്വയം എളിമപ്പെടുത്തി ഞാൻ സമാശ്വസിക്കുന്നു. ഐശ്വര്യ പുനഃസ്ഥാപനം. കർത്താവ് ജോബിനോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്ന് കർത്താവ് തേമൻകാരനായ എലിഫാസിനോട് അരുൾ ചെയ്തു, എൻ്റെ ക്രോധം നിനക്കെതിരെയും നിൻ്റെ 2 സഹോദരന്മാർക്കെതിരെയും ജ്വലിക്കുന്നു. കാരണം നിങ്ങൾ എന്നോട് എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായത് സംസാരിച്ചില്ല. അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കായി 7 മൂരികളെയും 7 മുട്ടാടുകളെയും എടുത്ത് എൻ്റെ ദാസനായ ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കുക. നിങ്ങൾ എന്നോട് എൻ്റെ ദാസനായ ജോബിനെ പോലെ ശരിയായത് സംസാരിച്ചില്ല എന്നതുകൊണ്ട് നിങ്ങളോട് ശിക്ഷ നടത്താതിരിക്കേണ്ടതിന് എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ തീർച്ചയായും അവനെ പരിഗണിക്കുകയും ചെയ്യും. തേമൻകാരനായ എലിഫാസും ഷുവഖാരനായ ബിൽദദും നാമാക്കാരനായ സോഫാറും പോയി കർത്താവ് തങ്ങളോട് പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് ജോബിനെ പരിഗണിക്കുകയും ചെയ്തു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. ജോബിനുണ്ടായിരുന്നതെല്ലാം കർത്താവ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അവൻ്റെ എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും എല്ലാ മുൻപരിചയക്കാരും അവൻ്റെ അടുക്കൽ വന്ന് വീട്ടിൽ അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ അവനോട് സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും ഓരോ ഹെസിദായും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു. കർത്താവ് ജോബിൻ്റെ മുൻകാലത്തേക്കാൾ അവൻ്റെ പിൻകാലത്തെ അനുഗ്രഹിച്ചു. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1000 ഏർ കന്നുകാലികളും 1000 പെൺകഴുതകളും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ഒന്നാമത്തവളുടെ പേര് യമീമ എന്നും 2ാമത്തവളുടെ പേര് ഹെസിയ എന്നും 3ാമത്തവളുടെ പേര് ഹെറൻ ഹാഫൂഖ് എന്നും അവൻ വിളിച്ചു. ജോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള മഹിളകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവൻ്റെ പിതാവ് അവരുടെ സഹോദരന്മാർക്കിടയിൽ അവർക്കും അവകാശം കൊടുത്തു. അതിനുശേഷം ജോബ് 140 വർഷം ജീവിക്കുകയും തൻ്റെ മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറകളെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണായുസ്സുള്ള വൃദ്ധനായി മരിച്ചു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം. നിഷ്കളങ്കൻ്റെ പ്രതിഫലം. ദാവീദിൻ്റെ പ്രാർത്ഥന. കർത്താവെ, നീതിവാദം ശ്രദ്ധിക്കണമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. വഞ്ചനയുടെ അധരങ്ങൾ കൊണ്ടല്ലാതെ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ ന്യായവിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണുകൾ പരമാർത്ഥമായവ ദർശിക്കട്ടെ. അങ്ങൻ്റെ ഹൃദയം പരിശോധിച്ചു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. അങ്ങനെ അഗ്നിശോധന ചെയ്തു, എന്നാൽ ഒന്നും കണ്ടെത്തുന്നില്ല.
എൻ്റെ അധരം അതിരു കടക്കാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങയുടെ അധരങ്ങളുടെ മൊഴിയനുസരിച്ച് മനുഷ്യശീലങ്ങൾക്കനുസൃതമായ അക്രമിയുടെ പാതകളെക്കുറിച്ച് ഞാൻ ജാഗരൂകനായി. എൻ്റെ കാലടികൾ അങ്ങയുടെ വഴിത്താരകളിൽ തന്നെ പതിഞ്ഞു. എൻ്റെ ചുവടുകൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് എൻ്റെ നേർക്ക് ചെവി ചായ്ച്ച് എൻ്റെ വാക്ക് ശ്രവിക്കണമേ. എൻ്റെ വലത്തുഭാഗത്ത് അഭയം തേടുന്നവരെ എതിർത്തു നിൽക്കുന്നവരിൽ നിന്ന് രക്ഷിക്കുന്നവനെ, അങ്ങയുടെ കൃത്യങ്ങൾ വിസ്മയകരമായി പ്രകടിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടർ നിമിത്തം എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ആർത്തിയോടെ വളഞ്ഞിരിക്കുന്നു. അവർ നെയ്മുറ്റി ഹൃദയം അടഞ്ഞവരായി അവരുടെ അധരം ധിക്കാരത്തോടെ സംസാരിക്കുന്നു. ഞങ്ങളുടെ പാതകളിൽ അവർ ഇപ്പോൾ ഞങ്ങളെ വളഞ്ഞു കഴിഞ്ഞു. നിലം പതിപ്പിക്കാൻ അവർ കണ്ണുവെച്ചിരിക്കുന്നു. കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തോടാണ് അവരുടെ സാദൃശ്യം. ഒളിയിടങ്ങളിൽ ഇരിക്കുന്ന യുവസിംഹത്തോട് തന്നെ. കർത്താവെ, എഴുന്നേൽക്കണമേ. മുഖതാവിൽ ഏറ്റുമുട്ടി അവരെ തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരം മർത്യരിൽ നിന്നും ഈ ജീവിതത്തിൽ മാത്രം തങ്ങളുടെ ഓഹരിയുള്ള ലൗകികരായ മർത്യരിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് കരുതി വച്ച ശിക്ഷ അവരുടെ വയർ നിറയ്ക്കട്ടെ. അവരുടെ മക്കൾ തൃപ്തി അടയട്ടെ. മിച്ചമുള്ളത് തങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി അവർ നീക്കിവെക്കട്ടെ. ഞാനാകട്ടെ നീതി നിമിത്തം അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ അങ്ങയുടെ രൂപം ദർശിച്ച് നിർവൃതി അടയും.